എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളെപ്പോഴും സാധാ ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നല്ല രുചിയോട് കൂടിയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 കിലോ ചിക്കനാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിലാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലും ചെറിയതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ ഇട്ടിരിക്കുന്നത്. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഇത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചിട്ടെടുത്താണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇത് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഈ ഒരു മസാല. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ ഞാൻ മസാല ഒന്ന് ചിക്കനിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് തേങ്ങ ഇട്ട് കൊടുത്താലും മതി. 2 കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. സാധാരണ നമ്മൾ തേങ്ങ വറുത്തിട്ടെടുക്കത്തില്ലേ, അതുപോലൊരു ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരിവാക്കി നമ്മൾ തേങ്ങ ഒന്ന് എടുക്കണം. തേങ്ങ വറുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, അത് കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതുപോലെ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഒരുപാട് കളറങ്ങ് മാറിപ്പോവരുത്. അപ്പോൾ കണ്ടില്ലേ, തേങ്ങ ഇതുപോലെ ഈ ഒരു കളറിൽ നമ്മളൊന്ന് വറുത്തിട്ടെടുക്കുക. ഇനി ഈ ഒരു തേങ്ങയുടെ പകുതി നമുക്ക് മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി നമ്മൾ മാറ്റി വെക്കുക കേട്ടോ, ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പകുതി ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. അങ്ങ് അരഞ്ഞങ്ങ് പോവരുത്, നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒരു പകുതി തേങ്ങ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ചിക്കൻ റെസിപ്പി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ അത്ര ഇതങ്ങ് മൊരിച്ചെടുക്കണ്ട കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം ചിക്കൻ നന്നായിട്ട് വേകുന്ന രീതിയിൽ നമ്മളൊന്ന് മൊരിച്ചിട്ടെടുത്താൽ മതി. ഒരുപാടങ്ങ് മൊരിഞ്ഞ് പോരുത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഇത് കണ്ടില്ല, ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം തന്നെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള വേവ് നമ്മൾ ലാസ്റ്റ് കുറച്ച് സമയം ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും കറക്റ്റ് ആകും ചിക്കൻ്റെ ഒരു വേവ്. ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാണ് കേട്ടോ. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തീരെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ടെടുത്താണ് കേട്ടോ. അപ്പോൾ 4 സവാള ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ഇതുപോലെ അടച്ചതിന് ശേഷം കുറച്ച് സമയം നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് സവാള ഒന്ന് അവിഞ്ഞു വന്നോളും. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് ഇതുപോലെ നെടുക്കെ കീറിയിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. സവാള ഇതുപോലെ നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്താണ് ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നത്.
ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ച ചൊവയൊന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള പൊടികളാണ്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ടേബിൾ സ്പൂൺ അല്ല, ഇതുപോലെ ചെറിയ ടീസ്പൂണിലാണ് 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പൊടികൾ ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ ഒരു പച്ച ചൊവയൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. തക്കാളി ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുക. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മൂടി വെച്ച് നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് ഒന്ന് വാടി കിട്ടും. അപ്പോൾ തക്കാളി ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളിയും ഞാനിവിടെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതിനെ ഇളക്കിയിട്ടെടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്തിട്ട് പകുതി തേങ്ങ പൊടിച്ച് വെച്ചിരുന്നില്ലേ, ആ ഒരു പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിച്ച ഒരു തേങ്ങയും ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇനി ഇതിലേക്ക് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുത്തിരുന്നു. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിയില ഞാൻ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വറുത്തെടുത്ത തേങ്ങയിൽ പകുതി തേങ്ങ എടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ, പൊടിക്കാതെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു വറുത്ത തേങ്ങ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. 10 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്, അടിയിൽ ചിലപ്പോൾ പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിക്കന് നല്ല പോലെ തന്നെ ഒരു കറക്റ്റ് വേവായി കിട്ടും. ഇതിലേക്ക് വീണ്ടും ഞാൻ കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ലാസ്റ്റ് ഇതുപോലെ ഒരു പച്ചമുളകിൻ്റെ കുറച്ചും കൂടി ഒരു ഫ്ലേവർ വേണമെങ്കിൽ 2 എണ്ണം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ആവി കയറ്റുക. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളത് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. നമുക്കിത് നെയ്ച്ചോറിൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസോ സാധാ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയും പൊറോട്ടയും അപ്പത്തിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.